സീരീസിലേക്ക് സ്വാഗതം. ഞാൻ അമലേന്ദു AS, HSS ഫോർ ഗേൾസ് വെങ്ങാനൂർ സ്കൂളിലെ സീനിയർ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. ദ SPC ജേർണി, ലെഗസി ആൻഡ് മെറിറ്റ്സ് എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് SPC സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ശ്രീമതി S. അജിത ബീഗം IPS അവർകളാണ്. മാം, വെൽക്കം. താങ്ക് യു. ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് SPC പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ ആവശ്യമായ യോഗ്യതകളും മാനദണ്ഡങ്ങളും എന്തൊക്കെയാണ്? സോ SPC പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? നിയമം അറിയാവുന്ന, നിയമം അനുസരിക്കുന്ന കുട്ടികളെ ഒരു തലമുറ വാർത്തെടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് ഒരു കുട്ടിയെ എത്തിക്കണമെങ്കിൽ ആദ്യം ഈ കുട്ടി മിനിമം ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരിക്കണം. സോ മിനിമം 50% മാർക്ക് എടുക്കുന്ന കുട്ടികളെ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നെ അവർക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സ്റ്റേറ്റ് ലെവലിൽ, സ്പോർട്സിൽ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഫൈനൽ മാർക്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കും. ആ മാർക്ക് ലിസ്റ്റിൻ്റെ ബേസിസിലാണ് എല്ലാ വർഷവും 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾ ഒരു സ്കൂളിൽ നിന്ന് 44 കുട്ടികളും നമുക്കിതുവരെ SPC സ്കൂളിൽ ഇപ്പോൾ ഈ വർഷം 1048 സ്കൂൾസിലുണ്ട്. ചില സ്കൂളുകളിൽ, വളരെ ചുരുക്കം സ്കൂളുകളിൽ ഹയർ സെക്കൻഡറിയിലുമുണ്ട് 11th സ്റ്റാൻഡേർഡിൽ. സോ എൻട്രി ലെവൽ എന്ന് പറയുന്നത് 8th സ്റ്റാൻഡേർഡാണ്. ജൂനിയർ കാഡറ്റ്സ് ആയിട്ട് 44 കാഡറ്റ്സും, സെയിം കാഡറ്റ്സ് 9th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ സീനിയർ കാഡറ്റ്സ് ആയിട്ട് 44 കാഡറ്റ്സും. സോ ഓൾമോസ്റ്റ് ക്ലോസ് ടു ഒരു വർഷം 88,000 കാഡറ്റ്സാണ് നമ്മൾ ഈ SPC പ്രോജക്റ്റിനകത്ത് ട്രെയിൻ ചെയ്യുന്നത്. SPCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാഡറ്റിൽ നിന്ന് പോലീസും സമൂഹവും പ്രധാനമായും പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. സീനിയർ കാഡറ്റ് ആവട്ടെ, ജൂനിയർ കാഡറ്റ് ആവട്ടെ, SPC ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ചെയ്ത അലുമിനി കാഡറ്റ് ആവട്ടെ, എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഒരു 10 പ്രോമിസസ് പോലെ ഒരു SPC കാഡറ്റ് എങ്കിൽ അവർ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് SPC പ്രോജക്റ്റിൽ നിന്ന് നിങ്ങളടുത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പബ്ലിക് നിങ്ങളടുത്ത് നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യും, നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ഫ്രണ്ട്സും ഇവരൊക്കെ എന്ത് എക്സ്പെക്റ്റ് ചെയ്യും? നമ്പർ 1, നിങ്ങൾ ലോ ഒബേ ചെയ്യണം. സോ നിയമം അറിയാവുന്ന, അനുസരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. സോ എന്തെങ്കിലും ഒരു ലോ വയലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ നിയമം അറിയില്ല എന്ന് SPC കാഡറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാറില്ല. സോ യു ഹാവ് ടു ബി ഒബേയിങ് ലോ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോമിസ്. സെക്കൻഡ് ഇസ് യു ഹാവ് ടു റെസ്പെക്റ്റ് അതേഴ്സ്. സോ SPC പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം നമ്മൾ 7 ഡയമെൻഷൻസ് ടാർഗറ്റ് ചെയ്താണ് നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ ട്രെയിനിങ് നമുക്ക് കൊടുക്കുന്നത്. സോ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ മാനുവൽസ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഫിസിക്കൽ ഡയമെൻഷൻ, എത്തിക്കൽ ഡയമെൻഷൻ, എൻവയൺമെൻറ്റൽ ഡയമെൻഷൻ, ഓൺടർപ്രൈസ് ഡയമെൻഷൻ, സോ അങ്ങനെ സൊസൈറ്റൽ ഡയമെൻഷൻ, അപ്പോൾ ഇങ്ങനെ പല ഡയമെൻഷൻസും നമ്മൾ ടാർഗറ്റ് ചെയ്താണ് ഈ 2 വർഷത്തിൻ്റെ ട്രെയിനിങ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇതിൽ റെസ്പെക്റ്റ് ഫോർ അതേഴ്സിന് പറയുന്നത് വളരെ ബേസിക് കാര്യമാണ്. അതൊരു പ്രോമിസാണ്. SPC കാഡറ്റ്സ് ആവുമ്പോൾ തീർച്ചയായിട്ടും കൂടെ പഠിക്കുന്ന കുട്ടികളാവട്ടെ, സീനിയേഴ്സ് ആവട്ടെ, ജൂനിയേഴ്സ് ആവട്ടെ, ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവട്ടെ, വീട്ടിലെ എൽഡേഴ്സ് ആവട്ടെ, എല്ലാവരെയും നേസിക്കാൻ അറിയുന്ന കുട്ടികളാണ് SPC കാഡറ്റ്സ്. മൂന്നാമത്തത്, വൾനറബിൾ ആളുകളെ കാണുമ്പോൾ, എസ്പെഷ്യലി പ്രായം കൂടിയ ആളുകൾ കാണുമ്പോൾ, സീനിയർ സിറ്റിസൻസിനെ കാണുമ്പോൾ, കൊച്ചു കുട്ടികളെ കാണുമ്പോൾ, ഈ വൾനറബിൾ സെക്ഷൻസോട് തീർച്ചയായിട്ടും SPC കാഡറ്റ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറയുന്ന ഒരു മനോഭാവം SPC കുട്ടികൾക്ക് ഉണ്ടാവും. അതൊരു മൂന്നാമത്തെ പ്രോമിസാണ്. നാലാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ ഉള്ള എല്ലാ സോഷ്യൽ ഈവൽസ്, ലെറ്റ്സ് സേ ഇപ്പോൾ ഡ്രഗ് ഒരു വലിയ വിഷയമാണ്. ഓപ്പറേഷൻ തുഫാൻ വരെ നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ഒരു വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. കേരള പോലീസ് മാത്രമല്ല, ഇന്ത്യൻ ഈവൻ വേൾഡ് ഓവർ എല്ലാ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിനും ഒരു ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഡ്രഗ്സ് പറയുന്നത്, ഡ്രഗ് മനേസ്. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ സോഷ്യൽ ഈവിൽസ് കാണുമ്പോൾ അതൊക്കെതിരായിട്ട് പ്രതികരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ SPC കാഡറ്റ്സ്. പിന്നെ സിവിക് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സാധാരണ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനോ ഒരു പൊതു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ SPC കുട്ടികൾക്ക് ദേഷ്യം വരും. കുട്ടികൾ എന്തായാലും ഒരു ദിവസം പോലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂല. പറ്റിയാൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ SPC കാഡറ്റ്സ് നോക്കും. അങ്ങനത്തെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി ഉള്ള കാഡറ്റ്സാണ് SPC കാഡറ്റ്സ്. പിന്നെ ഡിസിപ്ലിൻ ഈ പോലീസ് യൂണിഫോമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ 2 വർഷം മാത്രം കോഴ്സ് ചെയ്താൽ ആ വർഷം മാത്രം ഞാൻ ഡിസിപ്ലിനായിട്ടിരിക്കും അല്ല, ലൈഫ് ലോങ് ആയിട്ട് ഡിസിപ്ലിനായിട്ട് ഉള്ള കുട്ടികളാണ് നമ്മുടെ SPC കുട്ടികൾ. പിന്നെ ഉള്ളത് അടുത്ത പ്രോമിസ്, പേട്രിയോട്ടിസം ആൻഡ് ലവ് ഫോർ ഡെമോക്രസി. ബിക്കോസ് ഇന്ത്യ പോലത്തെ ഒരു വലിയ ഡെമോക്രറ്റിക് നേഷൻ. അപ്പോൾ വേൾഡ് ഓവർ നമ്മുടെ 1947 ഫ്രീഡം കിടക്കുമ്പോൾ വിചാരിച്ചത് കുറേ ഇന്ത്യ വിൽ ഫെയിൽ എന്നാണ് വിചാരിച്ചത്. ബട്ട് ഇത്ര വലിയ ഒരു രാജ്യം
ഇത്രയും അധികം സംസ്ഥാനങ്ങളും വേരിയസ് കൾച്ചേഴ്സും റിലിജൻസും എല്ലാമുള്ള ഒത്തിരി ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം ഇന്ന് വരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ നമ്മുടെ ശക്തി എന്താണെന്ന് പറഞ്ഞാൽ ഡെമോക്രസി. ആ ഡെമോക്രസിയിൽ ഒരു ഫെയ്ത്തുള്ള കുട്ടികളാണ് നമ്മുടെ SPC കാഡറ്റ്സ്. പിന്നെ ഉള്ളത് റോഡ് സേഫ്റ്റി പോലത്തെ നിയമങ്ങളൊക്കെ പാലിക്കുന്ന കുട്ടികളാണ് നമ്മുടെ SPC കാഡറ്റ്സ്. പിന്നെ ഒരു ലാസ്റ്റ് പ്രോമിസ് എന്താ പറഞ്ഞാൽ, ഏത് SPC കാഡറ്റ് ആണെങ്കിലും ലൈഫ് ലോങ് പഠിക്കാൻ താല്പര്യമുള്ള കാഡറ്റ്സ് ആണ്. ഈവൻ പ്രായമായി പോയാലും കുട്ടികൾ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ വന്ന ശേഷവും പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളാണ് നമ്മുടെ SPC കാഡറ്റ്സ്. ഇതാണ് ഈ SPC കാഡറ്റ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഇതെല്ലാ കാഡറ്റും നിർബന്ധമായിട്ട് ഈ 10 കാര്യങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇതിൽ നടപ്പിലാക്കണം. കേരളത്തിൽ SPC എന്ന ഈ മികച്ച ആശയത്തിന് തുടക്കം കുറിച്ച ആ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പറയാമോ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2010 SPC പ്രോജക്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വിജയൻ സാറും കൊച്ചി സിറ്റിയിലാണ് ഇതൊരു എക്സ്പെരിമെൻ്റൽ ബേസിസിൽ ചെറിയ നമ്പർ ഓഫ് സ്കൂൾസിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇതിന് മുമ്പായിട്ട് മുന്നോടിയായിട്ട് കേരള പോലീസിൽ പല കമ്മ്യൂണിറ്റി പോലീസിങ് പ്രോജക്ട്സും കേരള പോലീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പ്രശ്നം പറഞ്ഞാൽ, ഈ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് ക്രൈംസും വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഈ 2010 എന്നൊക്കെ പറയുമ്പോൾ ആ കാലങ്ങളിൽ. അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്താൻ ഒരു നല്ല പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ ശ്രീജിത്ത് സർ കമ്മീഷണറായിട്ടുള്ള സമയത്ത് കുട്ടികൾ തന്നെ ഇതുപോലെ മൊബിലൈസ് ചെയ്തിട്ട് പല ഈ കൾച്ചറൽ ഫെസ്റ്റിവൽസിലും കുട്ടികളുമായിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇവരെ കൊണ്ട് തന്നെ ഒരു മൈൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് ചില കുട്ടികളൊക്കെ എടുത്ത് ട്രെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ പല ജില്ലകളിലും അതാത് ജില്ലാ SP-മാർ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റി പോലീസിങ് ഇനിഷ്യേറ്റീവ്സ് ചെയ്ത് കാണും. ബട്ട് ഇതെല്ലാം കൂടെ ഒരു സ്ട്രീം ലൈൻഡായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് ഒരു നല്ല പ്രോജക്റ്റായിട്ട് വന്നത് 2010 വിജയൻ സാറിൻ്റെ ആ സമയത്താണ്. ജേക്കബ് പുന്നു സർ ആ സമയത്ത് സീനിയർ ലെവലിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് സീനിയർ ഓഫീസേഴ്സ്, മനോജ് അബ്രഹാം സർ, മുമ്പ് ഉണ്ടായിരുന്ന കുറേയധികം DGPസും സീനിയർ പൊസിഷൻസിലുണ്ട് SP-മാർ ഉൾപ്പെടെ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് SPC പ്രോജക്റ്റ്. സോ ഇന്ന് ഈ പ്രോജക്റ്റ് അന്ന് വെറും ഒരു ഡ്രിൽ സെഷൻസും എക്സസൈസ് സെഷൻസും പോലീസ് വിസിറ്റ്സും പോലീസ് സ്റ്റേഷൻ വിസിറ്റ്സ് ഇങ്ങനെ ചെറിയ കുറച്ച് കരിക്കുലം മാത്രം ഉണ്ടായിരുന്നു. ഇന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒരു വർഷത്തിൽ ഓൾമോസ്റ്റ് 250ഓളം ക്ലാസ്സസ് നമ്മൾ തരുന്നു SPC കാഡറ്റ്സ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ക്ലാസ്സസ് ഉൾപ്പെടെ. ആൻഡ് വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ട് എലോബറേറ്റ് ആയിട്ട് ഇൻഡോർ ഔട്ട്ഡോർ മാനുവൽ ഉണ്ട്. സോ ഇത്രയും ഗ്രോത്ത് ഈ SPC പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ 20 സ്കൂൾസിൽ നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 1048 സ്കൂൾസ് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോഴത്തെ ഓണറബിൾ ഹോം മിനിസ്റ്റർ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞത് ഇനി ഈ വർഷം തന്നെ നമുക്കൊരു 500 സ്കൂൾസ് SPC ലോഞ്ച് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തിന് നമ്മൾ ടാർഗറ്റ് ഒരു 500 സ്കൂളും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നു. സോ ആ ഒരു വളർച്ചയാണ് ഈ SPC പ്രോജക്റ്റിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആദ്യകാല ട്രെയിനിങ് രീതികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഈ ആധുനിക കാലത്തിലെത്തുമ്പോൾ വന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പോലീസ് ഓഫീസേഴ്സുമായിട്ടുള്ള സ്കൂൾ ലെവൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. പോലീസ് ഓഫീസർ സ്കൂൾ വരുമായിരുന്നു, ചില ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ കുട്ടികൾ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചില ആക്ടിവിറ്റീസ് ചെയ്യുമായിരുന്നു. ഇത് സ്ട്രീം ലൈൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്ന കാലഘട്ടത്തിൽ അപ്പോൾ വിജയൻ സർ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ടുള്ള സമയത്ത് വളരെ വിപുലമായിട്ട് പല കമ്മിറ്റീസ് ഫോം ചെയ്തായിരുന്നു. ഇൻഡോർ ഔട്ട്ഡോർ മാനുവൽ പ്രിപ്പറേഷൻ തന്നെ ഇപ്പോൾ നമ്മൾ 2nd 3rd എഡിഷൻ വരെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം സ്ട്രീം ലൈൻ ചെയ്ത് വെഡ്നെസ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആ ആക്ടിവിറ്റീസിൽ ഇൻഡോറിൽ ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 7 ഡയമെൻഷൻസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡോർ സെഷൻസും ഔട്ട്ഡോർ സെഷൻസിൽ PT, ഡ്രില്ല്, അനാം കോമ്പാറ്റ്, യോഗ ഇതുപോലത്തെ സെഷൻസ് ഔട്ട്ഡോർ സെഷൻസിലും. ഓഫ്കോഴ്സ് പരേഡ് ഒരു മേജർ കോമ്പനൻ്റ് ആണ്. ബിക്കോസ് എല്ലാ കാഡറ്റ്സും നിർബന്ധമായിട്ട് യൂണിഫോം ഇടുന്നത് കൊണ്ട് പരേഡും ചെയ്യണം, പാസിംഗ് ഔട്ട് പരേഡും ഉണ്ടാവും. സോ ആ രീതിയിലൊരു എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം മൊബൈലോ ഈ യൂസ് ഓഫ് ടെക്നോളജി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ മാനുവൽസിൽ ഈവൻ QR കോഡ് വരെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ CPOs, നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ്, നിങ്ങളുടെ CPO ടീച്ചേഴ്സ്, അവർക്ക് ആ ഇൻഡോർ മാനുവലിൽ നിന്ന് ഈ യൂട്യൂബ് വീഡിയോസ് വരെ ഡൗൺലോഡ് ചെയ്ത് കുട്ടികൾക്ക് ഓൺലൈനിൽ തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ യൂസ് ഓഫ് ടെക്നോളജിയും ഈ ഒരു സിലബസിൽ തന്നെ കരിക്കുലത്തിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിലാണ് ഇപ്പോഴത്തെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഇൻഡോർ ഔട്ട്ഡോർ മാനുവലിൽ മെയിനായിട്ട് വരുന്ന ചേഞ്ചസ് അതൊക്കെയാണ്.
ക്യാഡറ്റുകളുടെ സ്വഭാവ രൂപീകരണത്തിലും നിയമബോധം വളർത്തുന്നതിലും SPC ക്യാമ്പുകൾ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്? സോ തീർച്ചയായിട്ടും SPC ക്യാമ്പ്സ് ഒരു എക്സൈറ്റിംഗ് കാര്യമാണ്. SPC എൻറ്റയർ പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം ഡിസ്ട്രിക്ട് ലെവലിൽ ഓണം ക്യാമ്പ് നടത്താറുണ്ട്, ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ക്യാമ്പ്സ് നടത്താറുണ്ട്, ജില്ലാ ലെവലിലുള്ള ഡിസ്ട്രിക്ട് ക്യാമ്പ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നടത്താറുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ സ്റ്റേറ്റ് ക്യാമ്പ്സ് നടത്താറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ബഹുമാനപ്പെട്ട DG അദ്ദേഹം റവഡ ആസാദ് ചന്ദ്രശേഖർ സാർ ആയിരുന്നു ഈ വർഷം അതിൻ്റെ ഒരു ലീഡർഷിപ്പ് നമുക്ക് തന്നത്. ശ്രീജിത്ത് സാറും റവഡ സാറും നമ്മുടെ ഈ അടുത്ത് ട്രിവാൻഡ്രത്ത് വെച്ച് സ്റ്റേറ്റ് ക്യാമ്പ് നടന്നായിരുന്നു. എല്ലാ 1000 സ്കൂളുകളിൽ നിന്നും ഓരോരോ ക്യാഡറ്റ്, ദ ബെസ്റ്റ് ക്യാഡറ്റ് ഓഫ് ഈച്ച് സ്കൂൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 6 ഡേയ്സിൻ്റെ ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ ക്യാമ്പ്സിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് യു ഗെറ്റ് ടു മീറ്റ് ലോട്ട് ഓഫ് SPC ക്യാഡറ്റ്സ്. നിങ്ങളെ പോലെ തന്നെ ഉള്ള ക്യാഡറ്റ്സ് സ്റ്റേറ്റിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും, കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ക്യാഡറ്റ്സ് വരും. അതുപോലെ തന്നെ CPOസും DIസും വരും. അപ്പോൾ ഈ മ്യൂച്വൽ ഇൻറ്ററാക്ഷനിൽ ഒരുപാട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ആൻഡ് പ്ലസ് നമ്മൾ ക്യാമ്പ്സിലൊക്കെ ഫോക്കസ് ചെയ്ത് കൂടുതൽ ഫീൽഡ് വിസിറ്റ്സും ആൻഡ് വളരെ ഹൈ പൊസിഷൻസിലുള്ള വ്യക്തികളുമായിട്ട് ഒരു ഇൻറ്ററാക്ഷൻ. സോ മീഡിയ പാനൽ ആവട്ടെ, സിവിൽ സർവൻസുമായിട്ടുള്ള പാനൽസ് ആവട്ടെ, സൊസൈറ്റിയിൽ നല്ല അച്ചീവ് ചെയ്ത സ്റ്റേറ്റസിൽ നിൽക്കുന്ന വ്യക്തികളാവട്ടെ, ഈവൻ ഒരു തീരെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് നല്ല രീതിയിൽ അച്ചീവ് ചെയ്ത ആൾക്കാരുടെയൊക്കെ ഒരു റോൾ മോഡൽസ് പോലെ മോട്ടിവേഷണൽ സെഷൻസ് എടുക്കാൻ ആൻഡ് നല്ല ഡോക്ടേഴ്സൊക്കെ വന്ന് ഇൻഫർമേറ്റീവ് സെഷൻ എടുത്തായിരുന്നു. സോ അതുപോലെ ക്യാമ്പ്സിൽ ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഫ് കോഴ്സ് ഡ്രില്ലും സൂംബ സെഷൻസൊക്കെ ഈ പ്രാവശ്യം ചെയ്തായിരുന്നു. അപ്പോൾ ഈവൻ ജില്ലാ ലെവലിൽ ക്യാമ്പ് നടത്തപ്പോഴും ദ എക്സൈറ്റ്മെൻറ്റ് ഇസ് അബൌട്ട് മീറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ് and acquiring new knowledge and putting in all the resources together and make the camp very colorful. So എപ്പോഴും SPC cadets പാസ് ഔട്ട് ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ SPC പ്രോജക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എവിടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ക്യാമ്പാണ് പറയുന്നത്. ആൻഡ് ഈവൻ നേച്ചർ ക്യാമ്പ്സ് ഉണ്ട്. അപ്പോൾ നേച്ചർ ക്യാമ്പ്സ് SPC കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നേച്ചർ ക്യാമ്പ്സിൽ യഥാർത്ഥത്തിൽ 3 ദിവസത്തോളം കുട്ടികൾ ആക്ച്വലി ജംഗിൾ വിസിറ്റ്, ജംഗിളിൽ തന്നെ സ്റ്റേ ചെയ്ത് ഫോറസ്റ്റുമായിട്ട് അടുത്തുള്ള പ്രവർത്തികളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അറ്റ്ലീസ്റ്റ് 2 days എങ്കിലും നേച്ചർ ക്യാമ്പ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ക്യാമ്പ്സ്, ഈ ഫീൽഡ് ആക്ടിവിറ്റീസൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ലേണിംഗ് ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന ആശയത്തിലൂടെ വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് എങ്ങനെയാണ്? വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജനസംഖ്യ അനുസരിച്ചുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സോ യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് 1 ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ക്ലോസ് ടു 250-300ഓളം പോലീസുകാർ വേണമെന്നാണ്. അപ്പോൾ അത്രയും പോലീസുകാരെ നമ്മൾ ജനറലി റിക്രൂട്ട് ചെയ്യാൻ സ്റ്റേറ്റുകായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വേൾഡ് ഓവർ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വളർന്നു വരുന്ന ക്രൈംസും ഇതെല്ലാം പ്രിവെൻഷൻ ആസ്പെക്റ്റിൽ തന്നെ കമ്മ്യൂണിറ്റി പോലീസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് വേൾഡ് ഓവർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് ക്യാഡറ്റ് എന്ന് പറയുന്നത് ഇതൊരു വണ്ടർഫുൾ കമ്മ്യൂണിറ്റി പോലീസിങ് ഇനീഷ്യേറ്റീവാണ്. ബിക്കോസ് നമ്മൾ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളാണ് പിന്നീട് ഈ രാജ്യത്തിൻ്റെ, ഈ സ്റ്റേറ്റിൻ്റെ സിറ്റിസൻസായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. ഈ സെയിം കുട്ടികളാണ് വളർന്നു വരുമ്പോൾ ക്രിമിനൽസായിട്ട് മാറുന്നത്. സോ ആ ഒരു ക്രിമിനൽ ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ SPC ക്യാഡറ്റ് പ്രോജക്റ്റിനെ കാണുന്നത്. സോ ജനറലി ഇപ്പോൾ ഞാൻ റേഞ്ച് DIG ആയിട്ടുള്ള സമയത്തൊക്കെ കാപ്പ ഹിയറിങ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ കാപ്പ എന്ന് പറഞ്ഞാൽ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം 3-ലധികം കേസുകളിൽ പ്രതിയായിട്ട് വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് ജില്ലയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ഓർഡർ ഇറക്കാം. ഒരു 6 months to 1 year വരെ ഇവർ ആ ജില്ലയിനകത്ത് വരാൻ പാടില്ല. ബിക്കോസ് ആ ജില്ലയിനകത്ത് വന്നാൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ആൻഡ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടാവും, പബ്ലിക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഒരു നിലയിൽ നമുക്ക് റൗഡീസ് ആൻഡ് ഗുണ്ടാസിനെ നമുക്ക് പുറത്താക്കാം. ആ ഒരു കാപ്പ ഓർഡേഴ്സ് പുറപ്പെടുവിക്കുന്ന ഈ ക്രിമിനൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ കൂടുതൽ ആൾക്കാർ ഈ 10th standard 12th standard സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നു, പിന്നെ ക്രിമിനൽ ടെൻഡൻസിയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഒരു കാര്യം സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇൻ്റർവീൻ അറ്റ് ദി യങ് ഏജ് ഇറ്റ് സെൽഫ്. എസ്പെഷ്യലി 8th 9th 11th 12th എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ചൈൽഡ്ഹുഡിനെ സംബന്ധിച്ചോളം ഒരു കട്ടിങ് ഏജ് ലെവലാണ്. ആ ലെവലിൽ നമുക്ക് കുട്ടികളുടെ മൈൻഡിനെ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിലീവ് ചെയ്യുന്ന കുട്ടികൾ, ലോയിൽ ബിലീവ് ചെയ്യുന്ന കുട്ടികൾ, മ്യൂച്വലി എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന കുട്ടികൾ, എല്ലാവരോടും ഒരു കമ്പാഷനായിട്ട് പെരുമാറുന്ന കുട്ടികൾ നമുക്ക് ആ ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ അതായിരിക്കും. സോ ആ ഒരു കമ്മ്യൂണിറ്റി പോലീസിങ് ആസ്പെക്റ്റ് നോക്കിയാൽ ഇതൊരു അമേസിങ് പ്രോജക്റ്റാണ്. ഇൻഫാക്ട് ഇന്ത്യയിൽ മാത്രമല്ല
വേൾഡ് ഓവർ ഒരു എക്സാമ്പിളായിട്ട് SPC പ്രോജക്റ്റ് മാറിയിരിക്കുകയാണ്. സ്കൂളുകളിലെ SPC വിങ്ങിൻ്റെ മികച്ച പ്രവർത്തനത്തിന് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പങ്ക് എത്രത്തോളമാണ്? ഇത് പോലീസിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് മാത്രം കാണാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ് നമ്മൾ എല്ലാ സ്കൂളുകൾക്കും തരുന്നു. അവരുടെ ഒരു വിസിറ്റും അവരുടെ ഒരു ക്ലാസ്സസും ഇൻപുട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് മോർ ദൻ എവറിത്തിങ് അധ്യാപകരുടെയാണ് ഏറ്റവും വലിയ റോൾ. ഈ SPC പ്രോജക്റ്റ് സക്സസ്ഫുള്ളായിട്ട് ഒരു സ്കൂളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 70% വർക്ക് ചെയ്യുന്നത് CPOs ആണ്, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന അധ്യാപകരാണ്. അതുകൊണ്ടാണ് അവർക്ക് തന്നെ ഹോണററി സബ് ഇൻസ്പെക്ടർ റാങ്ക് നമ്മൾ കൊടുത്തിട്ട് ഈ യൂണിഫോം അവർക്കും നമ്മൾ തരുന്നു, അവർക്ക് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം. സോ അവർ നല്ലൊരു എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റിനെ കൃത്യമായിട്ട് ഇൻഡോർ ഔട്ട്ഡോർ മാനുവൽ പ്രകാരം ആൻഡ് മന്ത്ലി സ്കെഡ്യൂൾ പ്രകാരം നമ്മൾ പറയുന്ന ക്ലാസ്സുകളെല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും ആ കുട്ടികളെ ശരിക്കും അവർക്ക് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. പല സ്കൂളുകളിലും അമേസിംഗ് ആയിട്ട് അത്രയും ഇൻട്രസ്റ്റ് കാണിച്ച് ചെയ്യുന്ന CPOs ഉണ്ട്. ദേ ഗോ ഈവൻ വാക്ക് ആൻ എക്സ്ട്രാ മൈൽ. ഈവൻ നമ്മൾക്ക് കരിക്കുലത്തിൽ പറഞ്ഞിട്ട് അല്ലാത്ത കാര്യങ്ങൾ പോലും അവർ കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രശ്നം കാണുമ്പോൾ കുട്ടികൾ നമ്മളെപ്പോഴും പറയാനുള്ളത് എന്താണ്, ഐ ആം ദ സൊല്യൂഷൻ. ഒരു പ്രശ്നം കാണുമ്പോൾ അതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വാക്ക് ചെയ്യുന്നതല്ല SPC കാഡറ്റ്സ്. അത് അവിടെ ഒരു പ്രശ്നമുണ്ട്, അതിന് ഞാനൊരു സൊല്യൂഷൻ ആവാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തിങ്ക് ചെയ്യുന്നതാണ് SPC കാഡറ്റ്സ്. അപ്പോൾ ആ കുട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ അധ്യാപകർ വളരെ അമേസിംഗ് ആയിട്ടുള്ള വർക്ക് ഈ കമ്മ്യൂണിറ്റി സർവീസിനെ സംബന്ധിച്ചോളം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ തന്നെ പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് SPC കാഡറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു SPC കാഡറ്റിൻ്റെ അച്ഛൻക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പോൾ ആ കുട്ടിക്ക് ആക്ച്വലി അവരുടെ സാമ്പത്തിക ശേഷി ഇല്ല ആ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഈ ടീച്ചറും ആ കുട്ടികളും ചേർന്നിട്ട് ഒരു പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിച്ച് ആ കുട്ടിക്ക് ഒരു ഫണ്ട് റേസിങ് ചെയ്ത് ആ ഓപ്പറേഷൻ ചെയ്യിപ്പിച്ച് ആ അച്ഛനെ ശരിയാക്കി എടുത്തായിരുന്നു. ഈവൻ നമ്മുടെ ഈ ഫ്ലഡ്സ് വന്ന സമയത്ത് ഒരു കുട്ടിക്ക് വീട് നഷ്ടപ്പെട്ടു. ഈ കുട്ടികളൊക്കെ ചേർന്ന് ഇതുപോലെ ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്ത് ആ കുട്ടിക്ക് വീട് വെച്ച് കൊടുത്തായിരുന്നു. സോ ഇങ്ങനത്തെ അമേസിങ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ഒരു പരിധിവരെ തീർച്ചയായിട്ടും ആ CPOയുടെ ഇൻവോൾവ്മെൻറ്റാണ്. സോ CPOസും ടീച്ചേഴ്സും പോലീസും ഒരുമിച്ച് ഒരു നല്ല ടീം വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്കൂളിൽ നല്ല അടിപൊളിയായിട്ട് ഈ SPC പ്രോജക്റ്റിനെ കൊണ്ടുപോകാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് പേരൻസിൻ്റെ റോളാണ്. തീർച്ചയായിട്ടും പേരൻസ് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇൻഫാക്ട് സ്കൂൾ ലെവലിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതിൽ PTA മെമ്പേഴ്സും അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ആക്ച്വലി ഈ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിലും ചിലപ്പോൾ SPC കാഡറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. ഒരു ആൻറ്റി ഡ്രഗ് അവയർനെസ് റാലി ആവട്ടെ, അല്ല ജില്ലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫംഗ്ഷൻസ് നടക്കുന്നു, അതിൽ SPC കാഡറ്റ്സ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ ഒരു ഇൻവിറ്റേഷൻ വരുന്നു. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പേരൻസും ഇതിനകത്ത് സഹായിക്കണം. ആൻഡ് പല ജില്ലകളിലും ക്യാമ്പ്സ് എടുത്ത് നടത്തുന്നതേ ഈ പേരൻസാണ്. അപ്പോൾ ടീച്ചർമാർക്ക് വലിയ സപ്പോർട്ട് ചെയ്ത് SPC പ്രോജക്റ്റിനെ ആ കുട്ടി മാത്രം പഠിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാതെ കംപ്ലീറ്റ് SPC പ്രോജക്റ്റിനും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുപാട് എൻതൂസിയാസ്റ്റിക് പാരൻസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡറാണ് നമ്മുടെ SPC പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള. ഇനിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇതൊരു വെറുതെ ഒരു സോഷ്യൽ പോലീസിങ് ഇനീഷ്യേറ്റീവ് ആണ് എന്ന് പറയാൻ മാത്രം പറ്റില്ല നമുക്ക്. ബിക്കോസ് ഇത് SPC പ്രോജക്റ്റിനെ സംബന്ധിച്ചോളം പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഇത് ലീഡ് റോൾ പ്ലേ ചെയ്യുന്നു. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ബിക്കോസ് ഇത് സ്കൂളുകളിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് എന്താ പറഞ്ഞാൽ, അവരുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ തന്നെ നമ്മുടെ കംപ്ലീറ്റ് SPCയുടെ കണ്ടൻറ്റ് അതിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ട്. കുട്ടികളുടെ അറ്റൻഡൻസ് നോക്കാൻ പറ്റും, സർട്ടിഫിക്കറ്റ് വരെ മാർക്സ് എൻ്റർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സമ്പൂർണ്ണ പോർട്ടലിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. സോ ഒരുപാട് കോർഡിനേഷൻ നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല റോഡ് സേഫ്റ്റി ആവട്ടെ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആവട്ടെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ സെൽഫ് ഗവർണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബിക്കോസ് ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് കിട്ടുന്നില്ല. നമുക്ക് ഒരു 50% കട്ടാവുന്നുണ്ട് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻ ഉണ്ടായിരുന്നു, ഒരു ഓർഡറും ഉണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി വരുന്ന കോർപ്പറേഷനുകളിലും അതായത് LSGDയിൽ നിന്ന് നമുക്ക് SPC ഒരു സ്കൂൾക്ക് വില്ലേജ് ആണെങ്കിൽ 50,000 വെച്ചിട്ടും കോർപ്പറേഷൻ ആണെങ്കിൽ 75,000 വെച്ചിട്ട് സ്കൂളിന് ഫണ്ടിങ് തരണം പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാർ അവർ പ്രസിഡൻ്റ് അടുത്ത് ടേക്കപ്പ് ചെയ്ത് ഒരുപാട് സ്കൂളുകൾക്ക് ഈ ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്. ഈ ഫണ്ടിങ്ങിനെ കൊണ്ടുള്ള ഗുണം എന്താണ് പറഞ്ഞാൽ, ഇപ്പോൾ ക്യാമ്പ്സുകൾക്ക് ഇപ്പോൾ നിലവിൽ കിട്ടാത്ത പൈസ നമുക്ക് ഈ ഫണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് ഒരു
പോലീസിൻ്റെ ഇനീഷ്യേറ്റീവ് മാത്രമല്ല, ഇത്രയും അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നിച്ചു കൂടി കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ ഒരു നല്ലൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് SPC. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ SPCയുടെ ഭാവി ലക്ഷ്യങ്ങളെ പറ്റിയുള്ള മേമിൻ്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? യെസ്, തീർച്ചയായിട്ടും. ആക്ച്വലി ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ട് ഈ 2 വർഷക്കാലമായിട്ട് ഞാൻ പ്രവർത്തിച്ച് വരികയാണ്. ഇതിനു മുമ്പ് തന്നെ വിജയൻ സാറിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഡിക്കേഡിനടുത്ത്, ഓൾമോസ്റ്റ് ക്ലോസ് ടു 15 years അദ്ദേഹം സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെന്യൂറിൽ തന്നെ ഈ പ്രോജക്റ്റിന് ബഹുമാനപ്പെട്ട അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് മുമ്പ് പ്രസൻറ്റേഷൻ ചെയ്ത ശേഷം മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും SPC പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഫണ്ടിങ് കൊടുക്കാമെന്ന് ആ ഓർഡറിൻ്റെ ബേസിസിൽ പല സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ, ഹരിയാന, ഇപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സ് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എനിക്ക് കോൾ ചെയ്ത് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ കൊടുത്തായിരുന്നു ആ സമയത്ത്, SP ആയിട്ടുള്ള സമയത്ത് തന്നെ. സോ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഒരുമാതിരി ഓൾറെഡി റീച്ച് ആയി കഴിഞ്ഞു. പല സംസ്ഥാനങ്ങളിലും ആക്ച്വലി നന്നായിട്ട് SPC പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈവൻ വേൾഡ് ഓവർ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ സിംഗപ്പൂർ പോലീസ് ആവട്ടെ, ആഫ്രിക്കൻ 2-3 കൺട്രീസിലൊക്കെ ഈ പ്രോജക്റ്റിനെ സ്റ്റഡി ചെയ്ത് അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ മോൾദീവ്സ്, മൊറീഷ്യസിൽ നിന്ന് പോലീസ് ഓഫീസേഴ്സൊക്കെ ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കില്ല. ആക്ച്വലി ഇതിൻ്റെ ഗുണം നോക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. സോ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചോളം അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും SPC പ്രോജക്റ്റ് തീർച്ചയായിട്ടും വരണം. അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇൻറ്റൻഷൻ. ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹവും ആൻഡ് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് രാവഡ സാറും രണ്ടുപേരും ഇതിനകത്ത് ഒരു കീൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, 500 സ്കൂളുകളിൽ ഈ വർഷം തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. സോ അതിൽ ഗവൺമെൻറ് മാത്രമല്ല, എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലും ബട്ട് സെൽഫ് ഫണ്ടിങ് ബേസിസിൽ താല്പര്യമുള്ള സ്കൂളുകൾ അപ്ലൈ ചെയ്താൽ നമ്മൾ ഉടനെ SPC പ്രോജക്റ്റിന് അപ്രൂവ് ചെയ്ത് തരും. അപ്പോൾ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ മാക്സിമം സ്കൂളുകളിൽ, ഇൻഫാക്ട് എല്ലാ സ്കൂളുകളിലും വന്നാലും ബെറ്ററാണ്. ബട്ട് അത് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് കുറച്ച് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നു. സോ നമുക്ക് ഈവൻ CSR ഫണ്ടിങ് ഓപ്ഷൻസ് നമ്മൾ നോക്കുന്നു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഫണ്ടിങ് കിട്ടിയാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എല്ലാ സ്കൂളുകൾക്കും ഈ SPC പ്രോജക്റ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ആയിരക്കണക്കിന് വരുന്ന സ്റ്റുഡൻറ് പോലീസ് കാഡറ്റുകൾക്കും ഇതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാഡത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഇപ്പോൾ ഈ വർഷം എൻറോൾ ചെയ്യുന്ന കുട്ടികൾ, സോ നിങ്ങളെല്ലാം SPC പ്രോജക്റ്റിൽ കയറുന്നു. സോ 8th സ്റ്റാൻഡേർഡിൽ. സോ നിങ്ങൾക്കും നിങ്ങളുടെ സീനിയർ കാഡറ്റ്സ് ആയിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ ആക്ച്വലി 8th സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് റോൾ മോഡൽസ് ആയിട്ട് നിൽക്കുന്ന 9th സ്റ്റാൻഡേർഡ് കുട്ടികൾക്കും ഈ SPC പ്രോജക്റ്റിൽ നിന്ന് പാസ് ഔട്ടായിട്ട് പല സ്റ്റേജിലും നിൽക്കുന്ന കുട്ടികൾ എല്ലാവർക്കും എനിക്ക് ഒരു മെസ്സേജ് പറയാനുണ്ട്. ഇപ്പോൾ ഈ SPCയിൽ ഞാൻ 10 പ്രോമിസസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ എപ്പോഴും ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം നോക്കിയാൽ അതിൽ ഇടപെട്ട് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാറണം. ആൻഡ് ഇപ്പോൾ നിലവിൽ SPC പ്രോജക്റ്റ് ചെയ്യുന്ന കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് എങ്കിലും ഈ പ്രോജക്റ്റ് SPC നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ മാനുവലിൽ പറയാത്ത ഒരു കാര്യമാണ് ഈ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമോ അല്ല നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്ത് നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു പ്രശ്നമോ അത് നിങ്ങളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും നോക്കുക. സോ അങ്ങനെ ചെറിയ ചെറിയ പ്രോജക്ട്സ് ആവാം, അല്ല നല്ലൊരു വലിയ പ്രോജക്റ്റ് ആവാം, ബട്ട് എല്ലാ സ്കൂളുകളിലും തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റ് എങ്കിലും എടുത്ത് ചെയ്യണം. അതേപോലെ തന്നെ ഈ SPCയിൽ നിന്ന് പാസ് ഔട്ടായ കുട്ടികൾ ഒരുപാട് അലുമിനി കാഡറ്റ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ക്ലോസ് ടു 3 ലക്ഷത്തോളം അലുമിനി കാഡറ്റ്സ് നമുക്ക് ഓൾ ഓവർ ദ സ്റ്റേറ്റ് ഉണ്ട്. അവരും എപ്പോഴും പോലീസുമായിട്ട് ചേർന്ന് നിൽക്കണം. നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻസുമായിട്ട് എപ്പോഴും ഇൻ ടച്ചിലുണ്ടാവണം. സോ ഒരു പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്ഡ് ഔട്ട് ആയ കാഡറ്റ്സിനും നമ്മൾ സിവിൽ ഡിഫൻസ് ട്രെയിനിങ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിലും എൻറോൾ ചെയ്ത് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഓപ്പറേഷൻ തുഫാൻ നടക്കുകയാണ്. ഇപ്പോൾ ദിസ് ഈസ് എ വാർ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മുടെ SPC കാഡറ്റ്സിനെ കഴിഞ്ഞ ക്യാമ്പിൽ ആൻറ്റി ഡ്രഗ് അംബാസിഡേഴ്സായിട്ട് പ്രഖ്യാപനമൊക്കെ ചെയ്തായിരുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഒരു അംബാസിഡറാണ്. ഈ ഡ്രഗ് മെനസ് ഇത്ര വലിയൊരു വിഷയമാണ്. എല്ലാവരെയും ഓരോരോ ഫാമിലിയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓരോരോ വ്യക്തിയും അഫക്റ്റ് ചെയ്യുന്ന, ഇന്ത്യൻ്റെ ഗ്രോത്ത് തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ
ഈ അവയർനെസ് സെഷൻസ് ആവട്ടെ, നിങ്ങൾക്ക് കാണുന്ന കാര്യങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാവട്ടെ, എല്ലാം നിങ്ങളൊരു പോലീസ് ഓഫീസറായിട്ട് തന്നെ പ്രവർത്തിച്ച് ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യണം. ആൻഡ് മാക്സിമം നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ബിഗ് ഡ്രീം, നിങ്ങളെല്ലാവർക്കുമുള്ള ഒരു വലിയ സ്വപ്നം, നമ്മുടെ അബ്ദുൽ കലാം സർ പറഞ്ഞതുപോലെ ആ ഒരു ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്യണം. ആൻഡ് നിങ്ങളെല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ പറയുന്നു. SPC പ്രോജക്റ്റിനെ പറ്റി ഇത്രയേറെ അറിവുകൾ പറഞ്ഞു തന്ന എസ് അജിത ബീഗം മാമിന് എൻ്റെ പേരിലും SPC പ്രോജക്റ്റിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഇൻഫോർമേറ്റീവ് ടോക്ക് സീരീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.